ഹായ് കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ മണി മാത്തിലെ 110ാമത്തെ പേജിന്റെ തുടർ പാഠഭാഗങ്ങൾ കാണാം. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാട്ട് പേഴ്സൻറ്റ്, അതായത് എത്ര പേഴ്സൻറ്റേജ് ആണ്. ഒരു ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. അങ്ങനെ വാങ്ങിച്ചപ്പോൾ 2000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിൽ നിന്ന് 300 രൂപയാണ് അയാൾ കുറച്ച് കൊടുത്തത്. അങ്ങനെ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര പേഴ്സൻറ്റേജ് ആണ്? അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 2000 രൂപയ്ക്കാണ് വാങ്ങിയത്. എത്രയാണ് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്? 300 ആണ്. 2000ത്തിലുള്ള ഓരോ 100-നായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2000ത്തിൽ എത്ര 100കളുണ്ട് എന്ന് ആദ്യം നമുക്ക് നോക്കാം. 2000ത്തിൽ എത്ര 100കളാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ മുൻപ് ചെയ്തതുപോലെ തന്നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ്? 20 ആണുള്ളത്. 20 100കൾക്കാണ് എന്ത് ചെയ്തത്? 300 നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. 300നെ എന്ത് ചെയ്യണം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇവിടെയുള്ള പൂജ്യങ്ങൾ ക്യാൻസലായി പോവും. ബാക്കി വരുന്നത് 30/2 ആണ്. 30/2 എന്ന് പറഞ്ഞാൽ 2 × 15 ആണ് 30 അല്ലേ? പിന്നെ താഴെ എന്താണ്? 2 വരുന്നുണ്ട്. ഈ 2 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ എന്താണ്? ബാക്കി വരുന്നത് 15 ആണ്. അപ്പോൾ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്കൗണ്ട് എന്തായിരിക്കും? 15% അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. 300 രൂപയാണ് നമുക്ക് റിഡക്ഷൻ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2000ത്തിൽ എത്രയാണ്? 20 ഹൺഡ്രഡ്സ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? 300നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമുക്ക് നോക്കാം. 300 എന്ന് പറഞ്ഞാൽ എന്താണ്? 30 × 10 ആണ്. 20 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 10 ആണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. 300 / 20 ആണ് അല്ലേ? 300 എന്ന് പറഞ്ഞാൽ എന്താണ്? 30 × 10 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 10. അപ്പോൾ ഈ 10ഉം ഈ 10ഉം ക്യാൻസലായി. ബാക്കി വരുന്നത് 30/2. ഇനി 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 15 ആണ്. ഡിവൈഡഡ് ബൈ താഴെ വരുന്നത് എന്താണ്? 2. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്തു. അങ്ങനെ ബാക്കി വരുന്നത് എന്താണ്? 15. മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? 100 രൂപയ്ക്ക് കിട്ടുന്നത് എത്രയാണോ ഡിസ്കൗണ്ട്. ഇപ്പം 12 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് 12% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കാണുന്നത് 2000 രൂപയ്ക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2000 രൂപയിൽ എത്ര 100കളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിച്ചു. 20 100കളാണ് ഉള്ളത്. ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 300 രൂപയാണ്. അതായത് 20 100കൾക്കാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 300 രൂപ കിട്ടിയിരിക്കുന്നത്. ഒരു 100ന് എത്രയായിരിക്കും എന്നാണ് അല്ലേ? ഇവിടെ 300നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 100ന് എത്രയാണെന്ന് കിട്ടും. അതായത് ഇവിടെ 20 100കൾക്കാണ് 300 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 300നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ മുമ്പേ എഴുതിയതുപോലെ തന്നെ 1 × 20 ആണ് എന്ത്? 300. അപ്പോൾ 1ന്റെ പൈസ കാണാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? 1 = ചെയ്തേണ്ടി വരും. സമത്തിൻ്റെ അപ്പുറത്തേക്ക് 20 പോകുമ്പോൾ 300ന്റെ താഴത്തേക്കാണ് വരുന്നത് 20 അല്ലേ? അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? 15% കിട്ടുന്നു. ഒരു 100ന് 15 കിട്ടിയപ്പോൾ എന്താണ്? 20 100ന് എന്താണ്? 300 ആണ്. 100 രൂപക്ക് കിട്ടുന്നത് 15 ആണെങ്കിൽ നമ്മളെ കയ്യിൽ 20 100കളുണ്ട്. എന്ത് ചെയ്യും? 20 × 15 ചെയ്ത് നോക്കും. 20 × 15 എത്രയാണ്? 300 ആണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ 2000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. പേഴ്സൻറ്റേജ് എത്രയാണ്? 15% കിട്ടിയിട്ടുണ്ട്. എത്രയാണ് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്? 300 രൂപയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രീവിയസ് കേസിൽ 2000 രൂപ പർച്ചേസ് ചെയ്തു, 15% ഡിസ്കൗണ്ട് എന്ന് കിട്ടിയപ്പോൾ എത്ര ഡിസ്കൗണ്ട് എമൗണ്ട് ആണെന്ന് കാണാൻ വേണ്ടി എന്തായിരുന്നു ചെയ്തിരുന്നത്? 2000 × 15 ഡിവൈഡഡ് ബൈ 100 എന്നായിരുന്നു ചെയ്തിരുന്നത് അല്ലേ? അതിൻ്റെ ആൻസർ എത്ര കിട്ടി? 300 എന്ന് കിട്ടി. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 15% എന്നുള്ളത് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ 2000 × പേഴ്സൻറ്റേജ് എത്രയാണെന്ന് നമുക്കറിയില്ല. ഡിവൈഡഡ് ബൈ 100 = 300 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, ഇവിടെ വന്നിരിക്കുന്ന ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് ഈ 300 ഈക്വലിൻ്റെ ഈ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ എന്താണ്? അത് താഴത്തേക്കാണ് പോകുന്നത്.
താഴെയുള്ള സംഖ്യകൾ എന്താണ് മുകളിലേക്ക് പോകും, മുകളിലെ സംഖ്യകൾ എന്ത് വരും താഴേക്ക് വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ് പേഴ്സൻറ്റേജ് ആണ്. അപ്പോൾ പേഴ്സൻറ്റേജ് എത്രയാണെന്ന് കാണാൻ വേണ്ടി ഈക്വൽ ടു ഇവിടെയുള്ളത് 300 ആണ്. അപ്പോഴെന്തായി 2000 എന്ത് ചെയ്യണം താഴത്തേക്ക് വരണം, 100 എന്ത് വരണം മുകളിലേക്ക് വരണം. അപ്പോൾ 300 × 100 താഴെയുള്ള 100 മുകളിലേക്ക് വന്നു. പിന്നീട് എന്താണ് 2000 അല്ലേ, 2000 താഴത്തേക്ക് വന്നു. ഇവിടെ എന്താണ് സംഭവിക്കുക, 2 പൂജ്യങ്ങൾ 100ൻ്റെ 2 പൂജ്യങ്ങൾ ക്യാൻസലായി, 300-ൽ നിന്ന് ഒരു പൂജ്യവും 20-ൽ നിന്ന് ഒരു പൂജ്യവും ക്യാൻസലായി. ബാക്കി വരുന്നത് എന്താണ് 30/2. 30/2 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 15% എന്ന് കിട്ടി. ഇതാണ് പേഴ്സൻറ്റേജ് എത്രയാണെന്ന് കാണാനുള്ള എളുപ്പവിദ്യ. ഇപ്പം നമുക്ക് ഒരു 5000 രൂപയാണെന്ന് കരുതുക, 500 രൂപയാണെന്ന് കരുതുക. 500 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത് എത്രയാണ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്കൗണ്ട് ആണെന്ന് എങ്ങനെയാണ് കാണുന്നത്, പേഴ്സൻറ്റേജ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം 20 × 100 / 500. ഇപ്പോൾ എന്താണ് 2 പൂജ്യം, ഇവിടെയുള്ള 2 പൂജ്യം, പിന്നെ ഇവിടെ 20 ആണുള്ളത്, താഴെ 5. 20/5 എങ്ങനെയാണ് 5 × 4 എന്ന് എഴുതാം. താഴെ എന്താണ് 5 തന്നെയാണ് അല്ലേ. 5ഉം 5ഉം ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 4ആണ്. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ വരുന്നത് 4% അപ്പോൾ ഈ ഈസി മെത്തേഡ് കൂടെ എന്ത് ചെയ്യുക കുട്ടികൾ അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. Thus the deduction for every 100 rupees is 15 rupees. This means the discount is 15%. എന്താണ് ഓരോ 100 രൂപയ്ക്കും 15 രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതെങ്കിൽ അതിന് എന്ത് പറയാം 15% ഡിസ്കൗണ്ട് എന്ന് പറയാം. അടുത്ത പ്രോബ്ലം കൂടി നോക്കാം. ഇവിടെ സാരി വാങ്ങിച്ചിരിക്കുന്നത് 750 രൂപയ്ക്കാണ്, ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത് 150 രൂപയാണ്. ഇവിടെയുള്ളൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ, തൊട്ട് മുന്നിലത്തെ കണക്ക് എത്രയായിരുന്നു 2000 രൂപയ്ക്കായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത്. ഇതിലെന്താണ് 2000-ലെ 100കൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ നമുക്ക് നോക്കാം 750 ആണ്. 750-ൽ എന്ത് വരുന്നുണ്ട്, എത്ര 100കളാണ് വരുന്നത് 700 എന്ന് പറയുമ്പോൾ 7 100കളാണ് വരുന്നത്. പിന്നെ എന്താണ് ഒരു 50 വരുന്നുണ്ട്, അതായത് 10കൾ കൂടെ അതിൽ വരുന്നുണ്ട്, 5 10കൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതൊരു അടുത്ത മെത്തേഡാണ്. എന്താണ് 10 രൂപയ്ക്ക് എത്രയാണെന്ന് കാണുക. 10 രൂപയ്ക്ക് എത്രയാണെന്ന് കണ്ടതിന് ശേഷം അത് എന്ത് ചെയ്യുക 100 രൂപയ്ക്ക് എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. 750 ഈസ് 75 ടെൻസ് അല്ലേ. 750 എന്ന് പറയുന്നത് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് 75. അതായത് 75 10കൾ ഇതിലുണ്ട്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് എത്രയാണ് 150 റുപ്പീസാണ്. 150 / 75 എത്രയാണെന്ന് കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എത്രയാണ് 75 10കളാണ് അല്ലേ. അപ്പോൾ 10 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് ആണെന്ന് അറിയാൻ കഴിയും. മനസ്സിലാവുന്നില്ലേ പറയുന്നത്. 150 ഹരിക്കണം 75, ഇത് അവിടെ നിൽക്കട്ടെ. നമുക്ക് 150-നെ 75 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 150-ലും 25കളുണ്ട്, 75-ൽ 25കളുണ്ട് അല്ലേ. 150-ൽ എത്ര 25 ഉണ്ടാവും, 100-ൽ 4 25ആണുള്ളത്, 50-ൽ 2 25ആണുള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം 6 × 25 എന്ന് എഴുതാം. എത്രയാണ് 150 ആണ്. 75-ൽ എത്ര 25ആണുള്ളത്, 3 × 25ആണ് 75. 25ഉം 25ഉം ക്യാൻസലാവും. പിന്നെ ബാക്കി വരുന്നത് 6/3 ആണ്. 6/3-നെ എങ്ങനെ എഴുതാം 3 × 2 / 3 അല്ലേ. അപ്പോൾ എന്താണ് 3 3 ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്നത് എന്താണ് 2. ഓക്കെ, ആ 2ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്താണ് 10 രൂപയ്ക്കാണ് എത്ര കിട്ടിയിരിക്കുന്നത് 2 രൂപ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 100 രൂപയ്ക്ക് എത്രയാണെന്ന് അറിയണം. 100 ആവണമെങ്കിൽ എന്താണ് 10 × 10 100. അപ്പോൾ 100 രൂപയ്ക്ക് എത്രയാണെന്ന് അറിയാൻ എന്ത് ചെയ്യേണ്ടി വരും, 2നെ 10 കൊണ്ട് ഗുണിക്കേണ്ടി വരും. എത്രയാണ് കിട്ടുന്നത് 20. അങ്ങനെ ആകുമ്പോൾ എത്രയാണ് നമുക്ക് പേഴ്സൻറ്റേജ് കിട്ടുന്നത് 20%ആണ് കിട്ടുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. വേർ ബുക്സ് were brought for 450 rupees ആൻഡ് ഡിസ്കൗണ്ട് ഓഫ് 54 rupees. 450 രൂപയ്ക്ക് ബുക്ക് മേടിക്കുകയാണ്, അതിൽ 54 രൂപയാണ് റിഡക്ഷൻ കിട്ടുന്നത്. എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. മുമ്പ് എന്തായിരുന്നു, നമ്മൾ ആദ്യം 100 രൂപ വെച്ചിട്ടായിരുന്നു കണ്ടത് അല്ലേ. പിന്നീട് എന്ത് ചെയ്തു 10 രൂപയ്ക്ക് എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നോക്കാം 450 എത്രയാണ് റിഡക്ഷൻ കിട്ടിയത് 54 രൂപയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, 1 രൂപയ്ക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കാൽക്കുലേറ്റ് ദ ഡിസ്കൗണ്ട് ഫോർ 100 rupees or 10 rupees.
അതായത് 100 രൂപയ്ക്കും അല്ലെങ്കിൽ 10 രൂപയ്ക്കുമുള്ള ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 1 റുപ്പീസിന് എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു. 1 രൂപയ്ക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100 റുപ്പീസിന് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. 54 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയത്. അതായത് 1 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 പൈസയാണ്. അത് നമുക്കറിയാലോ. 54 രൂപയെ പൈസയാക്കി മാറ്റാൻ എന്ത് ചെയ്യണം, അതിനെ 100 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ 54 ഗുണിക്കുമ്പോൾ അറിഞ്ഞൂടെ എന്താണ്, 2 പൂജ്യങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇവിടെ എത്രയാണ്, 5400. അപ്പോൾ എന്ത് ചെയ്തു, 54 രൂപയെ നമ്മൾ 5400 രൂപയാക്കി മാറ്റി. പിന്നെ ടോട്ടൽ പർച്ചേസ് എത്രയാണ്, 450 ആണ്. ഇനി എന്താണ് ചെയ്യുന്നത് നോക്കാം. 5400 പൈസ എന്ത് ചെയ്യുന്നു, 450 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പൂജ്യം ക്യാൻസലായി. ബാക്കി വരുന്ന 540, 45 ഇതാണ് ബാക്കി വരുന്നത്. സോ ഇവിടെ ഒന്നുകൂടെ ഞാൻ എഴുതാം. 5400 450 അല്ലേ. ഒരു പൂജ്യം ക്യാൻസലായി. ബാക്കി വരുന്ന 540 ഡിവൈഡ് ബൈ 45. 540നെ 60 ഇൻറ്റു 9. കാരണം 6 ഇൻറ്റു 9 54 അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പൂജ്യം, ഇവിടെ ഒരു പൂജ്യം ചേർത്ത് കഴിഞ്ഞാൽ 60 ഇൻറ്റു 9 540 കിട്ടി. അടുത്തെന്താണ്, 45 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഇൻറ്റു 9 എന്താണ്, 45 ആണ്. അപ്പോൾ ഇവിടെയുള്ള 5ഉം ക്യാൻസലായി അല്ലേ. ബാക്കി വരുന്നത് എന്താണ്, 60 ഡിവൈഡഡ് ബൈ 5. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 60 ഡിവൈഡഡ് ബൈ 5. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 5ൻ്റെ ഗുണിതങ്ങളായിട്ട് എഴുതാം. 60നെ എന്ത് എഴുതാം, 12 ഇൻറ്റു 5 എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 5 താഴെയുള്ള 5 മുകളിലുള്ള 5 ബാക്കി വരുന്നത് എത്രയാണ്, 12. ഇവിടെ 1 രൂപയ്ക്ക് കിട്ടുന്നത് എത്രയാണ്, 12 പൈസയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്രയായിരിക്കും കിട്ടുക, 12 ഇൻറ്റു 100 ചെയ്യേണ്ടത് അല്ലേ. 12 ഇൻറ്റു 100 എത്രയാണ്, 1200 പൈസ. 1200 പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്, 1200-ൽ എത്ര നൂറുകളുണ്ടെന്ന് നോക്കിയേ. എത്ര നൂറാണുള്ളത്, 12 നൂറുകളാണുള്ളത്. അപ്പോഴെത്രയാണ്, 12 രൂപയായിട്ട് നമുക്ക് കിട്ടും. 12 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 100 രൂപയ്ക്ക് 12 റുപ്പീസാണ് കിട്ടുന്നതെങ്കിൽ എത്ര ശതമാനമായിരിക്കും, 12%. എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി വരാൻ പോകുന്നത് അടുത്തത് ഒരു പ്രോബ്ലംസ് ആണ്. അടുത്ത പേജ്, ഇതേ പേജിൽ തന്നെ 3 പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.